ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തത് തീയലാണ്. ഉരുളക്കിഴങ്ങ് തീയൽ. രാവിലെ പെട്ടെന്ന് റെഡിയാക്കുന്നത് കൊണ്ടാണ് ഞാൻ സ്പീഡപ്പായിട്ട് ചെയ്യുന്നതും. ഒത്തിരി കമൻ്റൊക്കെ വന്നായിരുന്നു യൂട്യൂബിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാണ് നമ്മുടെ കിഴങ്ങും സവാളയും പച്ചമുളകും കൊണ്ടിട്ടുള്ള തീയലാണ്. സിമ്പിളായിട്ട് തക്കാളി ഇട്ട് പെട്ടെന്ന് തയ്യാറാക്കുന്നതാണ്. 3 തക്കാളി ഞാൻ തൊലി ചെത്തി വെച്ചിട്ടുണ്ട്. തൊലി ഞാൻ ഒരുപാട് ഉപയോഗിക്കാറില്ല തക്കാളിയുടെ. അപ്പോൾ അത് നന്നായിട്ട് തേങ്ങ തിരിങ്ങി വറ്റൽമുളക് ഇത്രയായിട്ട് നല്ലതായിട്ട് ഫ്രൈഡ് ആകുമ്പോൾ ഞാൻ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടിയും ശകലം പെരിഞ്ജീരകവും കൂടെ ചേർത്താൽ അതിൻ്റെ മസാലയായി. നമ്മളിതിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഞാൻ എണ്ണയിലാണ് വഴറ്റി വേവിക്കാറുള്ളത്. നമ്മൾ വെള്ളം ഒഴിക്കാറില്ല കഷ്ണത്തിൽ. എണ്ണയിൽ വഴറ്റി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലതായിട്ട് ഒന്നുകൂടെ വഴറ്റി കൂട്ടി വെച്ച് ചെറിയ തീയിൽ ആവി കയറ്റി എടുക്കണം. അന്നേരമാണ് നമ്മുടെ കറിക്ക് തീയൽ കറിക്ക് ടേസ്റ്റ് അതിൻ്റെ കറക്റ്റാണ് വരത്തുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് നല്ലതായിട്ടൊന്ന് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൂട്ടി വയ്ക്കണം. കുറച്ച് നേരം ഇളക്കി അതിൻ്റെ വെള്ളമയൊക്കെ തോർത്തിയതിന് ശേഷമേ സ്വന്തം ഐഡിയൊക്കെ ചെയ്യും. ഒന്നും ചിന്തിക്കാതെ ചുമ്മാ എണ്ണയിലോട്ട് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് അങ്ങനെ ചെയ്യരുത്. തീയലെന്ന് പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ കറക്റ്റ് ഓണാറ്റ കറിയുടെ തീയൽ. പിന്നെ കൂട്ടി വെച്ച് മുരിങ്ങയ്ക്കയും തക്കാളിയും കൂടെ വയ്ക്കാം. മുരിങ്ങയ്ക്കയും ചെറിയ ഉള്ളിയും തക്കാളിയും എല്ലാം കൂടി ഇട്ട് നമുക്ക് തീയൽ തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ അതിനകത്തോട്ട് നമ്മൾ ആവശ്യത്തിന് മല്ലിപ്പൊടി ചേർക്കുന്നത് നോക്കിക്കും. ഇത്രയും ചേർത്ത് ഇതിനകത്ത് ഞാൻ ഒരു ഉണക്കമഞ്ഞളുണ്ടല്ലോ, അത് നമ്മൾ ഒറിജിനൽ മഞ്ഞൾ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്ത് ഞാൻ തരി പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അതായത് പൊടിച്ചിട്ടില്ല, ഉണക്കി. മഞ്ഞപ്പൊടിയിലൊക്കെ മായം ഉണ്ടെന്നൊക്കെ പറയുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി പച്ചമഞ്ഞൾ യൂസ് ചെയ്ത് നമ്മുടെ ശരീരത്തിലെ വിഷമാംശങ്ങളെയൊക്കെ ഇല്ലാതാക്കുമല്ലോ. അപ്പം ആവശ്യത്തിന് പെരിഞ്ജീരകം കൂടെ ചേർത്ത്, തക്കാളി ഇട്ടിട്ടുള്ളതുകൊണ്ട് പെരിഞ്ജീരകം ചേർത്തിട്ടുള്ളൂ, പുളിയും ചേർക്കണ്ട. സമയം ചെറിയ ജീരകം ചേർക്കുമ്പോൾ നമ്മൾ പുളി മസ്റ്റായിട്ട് ചേർക്കണം തീയൽ കറിക്ക്. ഇപ്പം നമ്മുടെ പെരിഞ്ജീരകം ചേർത്തുള്ള മസാല തീയലാണ്. അപ്പോൾ ഇത് നല്ലതായിട്ട് ഫ്രൈ ആയി. ഇനി ഒരുപാട് തീയൊന്നും വേണ്ട. അതിൽ തവയിൽ ഇത് നല്ലതായിട്ട് ഫ്രൈ ആയി തണുത്ത് കഴിയുമ്പോൾ ഞാനിത് ജാറിലോട്ട് ഇട്ടിരിക്കുകയാണ്. ചെറിയ ജാറിലിട്ട് നല്ലതായിട്ടൊന്ന് ഫൈനായിട്ട് അരച്ചെടുത്ത് ഞാൻ നമ്മുടെ കറിയിലേക്ക് ഇത് ചേർത്തിട്ടുണ്ട്. ഇത് തിളച്ച് വരിക, നമ്മുടെ കറി റെഡിയാകും. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, തിളച്ച് വന്ന ഉപ്പും എരിയെല്ലാം നോക്കി നമുക്ക് വാങ്ങി വയ്ക്കാവുന്നതാണ്. തണുത്ത് കഴിയുമ്പോൾ ചെറിയ പ്ലാസ്റ്റിക്കിലങ്ങ് ഒഴിച്ച് വയ്ക്കല്ലേ. നല്ലതായിട്ട് തണുത്ത് കഴിയുമ്പോൾ ലഞ്ച് ബോക്സിലൊക്കെ ഒഴിക്കാവൂ. നല്ല ടേസ്റ്റുള്ള തീയലാണ്. എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ ചെയ്യുന്ന കുക്കിങ് ഇടുന്നുള്ളൂ. താങ്ക് യു.